Hi friends, എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേസൻ ലഡുവിന്റെ റെസിപ്പി ആയിട്ടാണ്. കടലമാവ് വെച്ചിട്ടുള്ള ലഡു. ഈ ലഡുവും ഒരു ദീപാവലി റെസിപ്പിയാണ്. ദീപാവലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബദാം പൂരി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, ബാദുഷ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, മൈസൂർ പാക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ലഡുവാണ്. ഈ ലഡു തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് അരക്കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. 125 മില്ലി കപ്പിന് അരക്കപ്പ്. ഇപ്പോൾ ഈ നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. 2 കപ്പ് കടലമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് 2 കപ്പ് അളന്നെടുക്കുന്ന സമയത്ത് ഒരു അരിപ്പയിലിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പം അതിന് കട്ടയും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അപ്പോൾ 250 മില്ലി കപ്പിനാണ് 2 കപ്പ്. നെയ്യിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. കടലമാവിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. അല്പം നെയ്യ് കുറവുണ്ട്, അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അരക്കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നെയ്യിലൂടെ ചേർന്നിട്ട് ഇതിൽ കട്ട ഉണ്ടാവരുത്. കട്ടയെല്ലാം നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം. ഞാൻ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത്രയും നെയ്യ് മതി. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ് കടലമാവിന് അരക്കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. മൂത്ത് നല്ലൊരു ഫ്ലേവർ വരും. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റോളം ചെറിയ തീയിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ നിറച്ച് ബബിൾസ് വന്നിരിക്കുന്നുണ്ടോ? ഈ മാവ് നല്ല ലൂസായിട്ടുണ്ട്. ചെറിയ തീ വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതിന്റെ പാകം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ പൊടി നന്നായിട്ട് മൂത്ത ഒരു നല്ല മണം കിട്ടും. ആ പച്ചമണമൊക്കെ മാറി പൊടി നന്നായിട്ട് വെന്ത് പറഞ്ഞു നെയ്യിൽ കിടന്നിട്ട്. ഇപ്പോഴും ഇതുപോലെ ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഒന്ന് തണുത്ത് നമുക്ക് തൊടാൻ പറ്റുന്ന ഒരു ചൂടായി വരണം. അതുവരെ ഒന്ന് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. 2 കപ്പ് കടലമാവല്ലേ നമ്മൾ എടുത്തിരുന്നത്. 2 കപ്പ് കടലമാവിന് ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. 250 മില്ലി കപ്പിന് തന്നെ 4 ഏലക്കയും എടുത്തിട്ടുണ്ട്. ഈ ഏലക്കയും പഞ്ചസാരയും കൂടെ മിക്സഡ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാരയും പൊടിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു കുറച്ച് കാഷ്യൂ നട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 5 കാഷ്യൂ നട്ടാണ് എടുത്തിരുന്നത്. കൃത്യമായിട്ട് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ചേർക്കാം. പിന്നെ മെലൺ സീഡ് ഉണ്ടല്ലോ, നമ്മുടെ മത്ത അരി, അതുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ നെയ്യും കടലമാവോടുള്ള മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചതാണ്. നല്ല ചൂടിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചസാര വീണ്ടും അങ്ങ് അലുത്തു പോകും. അതുകൊണ്ടാണ് ചെറു ചൂടിന് ഒഴിക്കാവുള്ളൂ എന്ന് പറയുന്നത്. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് നന്നായിട്ട് ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നിങ്ങൾക്ക് ആവശ്യാനുസരണം വലിപ്പമുള്ള ബോളാക്കി എടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മാവിലേക്ക് ആ നെയ്യൊക്കെ നന്നായിട്ട് അങ്ങ് അബ്സോർബ് ആയി പോകും. ഞാനൊരു മീഡിയം വലിപ്പത്തിലാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഫുള്ളാക്കി ഇതുപോലെ ഇത് ബോളാക്കി എടുക്കാം. അപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞു, ബേസൻ ലഡു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ.